ഒരിക്കലും ധ്യാൻ ചേട്ടൻ്റെ ഒരു സംവിധാന സംരംഭം എന്നാണ്? കാരണം ധ്യാൻ ചേട്ടൻ പല ഒരു വലിയ ബിഗ് ബ്രഹ്മാണ്ഡ പടമാണ് റിലീസ് ഒരുങ്ങുന്നതെന്ന് പറയും ധ്യാൻ ചേട്ടൻ. ഇപ്പോഴത്തെ ഒരു സിനാരിയോ വെച്ചിട്ട് ഈ ബഡ്ജറ്റിൽ ഇറക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് കുറച്ചും കൂടി വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നാണ് അത് പറഞ്ഞില്ല, ഭയങ്കര ബന്ധല്ലേ ഇതിലൊക്കെ തന്നെ നീ ചോദിക്കുന്നത്. അത് ഞാൻ പറഞ്ഞ അത് വലിയ സിനിമയല്ലേ, ഇപ്പൊ ചെയ്ത് തീർക്കാൻ അഭിനയിച്ച് തീർക്കാനുള്ള കുറെ സിനിമയുണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ മതിയടാ, നിനക്ക് അത്യാവശ്യം എന്തെങ്കിലും കൂടി കാണാൻ കൊതിയ. ഓ എന്റെ നാശം കണ്ടിട്ടേ അടങ്ങുള്ളൂ. ഇപ്പൊ ഉള്ള അവസ്ഥയിൽ ഞാൻ അതും കൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ ആലോചിച്ചു കൊല്ലൂലേ എല്ലാവരും കൂടെ, നിങ്ങളടക്കം അല്ലേ അതകത്ത് ഓടിയില്ലെന്ന് ചോദിക്കുക. തീർന്നില്ല ഞാൻ ഇപ്പൊ അങ്ങനെ പോട്ടെ. നിനക്ക് ശരിക്കും എന്നോട് സ്നേഹമുണ്ടോ? ഉണ്ടോ? ഇനി ചോദിക്കരുത്. ഈ വർഷം ഏതാ അടികപ്പേര് 2 അടുത്ത വർഷത്തെ ഇതിങ്ങനെ ചർച്ച ഡിസ്കഷൻ ഞാൻ പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ ഇതിന്റെ മുന്നത്തെ എവിടെയോ കപ്പേര് 2 ഉണ്ടാവും, തിരാ 2 ഉണ്ടാവും. ഇത് എപ്പോ ഉണ്ടാവും മാത്രം ചോദിക്കരുത്, എന്തായാലും ഉണ്ടാവും. രണ്ടും പ്ലാനിങ്ങിലുണ്ട്. തിരാ 2 എന്തായാലും ഉണ്ടാവും. കപ്പേര് 2 തിര 2 ചിലപ്പോൾ ഞാൻ സംവിധാനം ചെയ്യും. ഇല്ല, തിര 2 ഓൾമോസ്റ്റ് ഒരു പരിപാടി ഇങ്ങനെ ആയി വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു ചെറിയൊരു ഐഡിയ. ആ ഏതില് അതിന് അത് ആ സമയം കിട്ടണ കുറക്കണം, കുറക്കൂലേ അല്ലേ? കുറക്കൂ. അല്ല ഞാൻ വിചാരിച്ചേ ഒരു പ്രസ് മീറ്റ് നടക്കുമ്പോൾ 8 പേര് കുറയാതെ വേണമെന്ന് ഇവരോട് പറഞ്ഞതുകൊണ്ട് എന്റെ എണ്ണം കഴിക്കാനൊക്കെ ഞാൻ തിരിക്കാണ് ഞാൻ ആദ്യം. പിന്നെ ഞാൻ നമ്മുടെ നാട്ടിലേക്ക് തേങ്ങ ഇട്ട് വരുമ്പോൾ 500 തേങ്ങ എണ്ണ മാറ്റി തിരികട പോകാനാണ് ഇട്ടുകൊടുക്കും. അങ്ങനെ ഇടാൻ വെച്ചിരിക്കാറാണ് ഞാൻ ആദ്യം കരുതി. അത് ഇവരോട് പറഞ്ഞു വളരെ സന്തോഷം. അപ്പൊ 5-ാം തവണ ക്ലിയർ ചെയ്തതാണ്. വളരെ സന്തോഷം. ഇതിനകത്ത് ഒരു നല്ല സീൻ ഇങ്ങനെ ഒന്നിച്ച് അഭിനയിക്കാൻ പറ്റി, വലിയ സന്തോഷം. എന്താ പറയുക, ഈ സിനിമ നല്ല സിനിമയായിരിക്കാം ഉറപ്പായിട്ടും. നമുക്ക് നിങ്ങളുടെ ജീവിതത്തിൽ 2 മണിക്കൂർ വേണ്ടി മാറ്റി വെക്കുമ്പോൾ ഒരു നല്ല സിനിമ. അത് നമുക്ക് ഇങ്ങനെ ഇതിനു മുമ്പ് അല്ലെങ്കിൽ മുന്നോട്ടുള്ള കാലത്തിൽ ഈ സിനിമയിലൂടെ നമുക്ക് ഈ ഇതിനെതിരെ ഇങ്ങനെയൊക്കെ പ്രതികരിച്ചെന്ന് പറയുന്ന കൂട്ടത്തിൽ ഞാനും ചേർന്ന് നിൽക്കുന്നു പറയാം. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കും. എല്ലാവരും സന്തോഷം ഇതിനോടൊപ്പം ഉണ്ടാകാൻ കേട്ടോ. ഞങ്ങൾ ഇത്രയും പേരും കുറേ സംസാരിച്ചു. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് തകർത്ത് വീഴും. ചോദ്യം ചോദിക്കാറൊന്നുമില്ല. ഇത്രയും പേര് 3-4 പേരല്ലേ, ബാക്കിയുള്ളവരൊക്കെ ഇറങ്ങാൻ പറ്റില്ല. ചോദിക്കുക, ആവശ്യമില്ലാത്തൊക്കെ ചോദിക്കാം, അപ്പോൾ ആവശ്യമില്ലാത്തൊക്കെ. അപ്പൊ സന്തോഷം. സിനിമ എല്ലാവരും പോയി കാണുക. Okay, thank you everyone. All the best for പ്രൊഡ്യൂസറിലൂടെ വരാൻ പറ്റില്ല. നമ്മുടെ ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ മുഹമ്മദ് കുട്ടി എന്നാണ്. എനിക്ക് അവസരം തന്ന മുഴുവതിക്ക് പ്രത്യേകിച്ചൊരു നന്ദി പറയുന്നു. എല്ലാവരും ഇവിടെ പങ്കെടുത്ത മാധ്യമപ്രവർത്തകർക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഈ വർഷമല്ലേ